പുതുതലമുറ നാം ഈ വിധത്തിൽ സംബോധന ചെയ്യുന്നത് പഴയ കാലഘട്ടത്തെയും പുതിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിൽ പറയുന്ന പണ്ട് എന്ന പഴയ കാലമല്ല. ഈ വിനീതന്റെയൊക്കെ തലമുറകൾക്കും ഇടയിൽ നമ്മൾ കാണുകയാണ്. ആ അകൽച്ചമേ നമുക്ക് കാണാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിൽ പറയുന്ന ഇന്നത്തെ സാഹചര്യവും തമ്മിലുള്ള മാറ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുതിയ തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ ഓർക്കുന്ന പ്രദേശത്തെ ഒരു വലിയ അത്ഭുതമുണ്ടായിരുന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഒരു റേഡിയോ ആയിരുന്നു അന്നത്തെ മഹാത്ഭുതം. ആ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശവും അധികാരവും നേരമായാൽ ചായ മക്കാനിയിൽ നിന്ന് ചായയും കുടിച്ച് അങ്ങനെ ഈ റേഡിയോ അന്ന് ഒരു മരപ്പെട്ടി കൊണ്ടുണ്ടാക്കിയ വലിയ റേഡിയോ ആണ്. ആളുകൾ ഇങ്ങനെ ഇരുന്ന് പ്രായമുള്ളവർ അത്ഭുതത്തോടെ പറയും ഖിയാമത്ത് നാളിന്റെ അലാമത്ത്. അല്ലാതെ എന്തു പറയാനാ? അങ്ങ് കോഴിക്കോട്ട് നിന്നെങ്ങാനും പറയുന്ന കാര്യല്ലേ നമ്മളെ ഈ അങ്ങാടിയിൽ നമ്മൾ കേൾക്കുന്നത്. അവരത്ഭുതത്തോടെ ഈ റേഡിയോയുടെ മുമ്പിൽ നിൽക്കുകയാണ് ന്യൂസ് കേൾക്കാൻ വേണ്ടി. ഞങ്ങൾ കുട്ടികളൊക്കെ അതിന്റെ മുന്നിൽ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പം പ്രായമുള്ളവർ പറയും അതിന്റെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. കാരണം വലിയ പെട്ടിയാണ് അന്നത്തെ റേഡിയോ. അത് അത്ഭുതമായി അത് കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പുതിയ തലമുറയോട് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അവരെ പേനയുടെ തുമ്പിൽ റേഡിയോ, അവരുടെ മൊബൈലിൽ റേഡിയോ, അവരുടെ ബാഗിൽ റേഡിയോ, എവിടെയും ഇന്ന് റേഡിയോ. കേൾക്കുക കേൾക്കുക കേട്ടുകൊണ്ടേയിരിക്കുക എന്ന പ്രമേയവുമായിട്ടാണ് എല്ലാ സ്ഥലത്തും റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു അത്ഭുതമല്ല. ഇതുപോലെ ആദ്യമായി ഞങ്ങളെ പ്രദേശത്ത് TV വന്നപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാള് തൽക്കാലം കെട്ടിയ ഷെഡിലാണ് ആദ്യത്തെ TV വരുന്നത്. മനുഷ്യനെ നേരിട്ട് കാണാവുന്ന ഉപകരണം എന്ന നിലക്ക് ആളുകൾ തടിച്ചുകൂടുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഓൺ ചെയ്തതോടുകൂടി തിക്കും തിരക്കുമായി. കണ്ടവരൊന്ന് മാറി നിൽക്കി, ഇനി കാണാത്തവർ കാണട്ടെ. അവസാനം അദ്ദേഹത്തിന്റെ ഓല ഷെഡ് പൊളിയുമെന്നായപ്പോൾ ബന്ധുക്കൾ ഇടപെട്ട് പലരെയും പിരിച്ചുവിട്ടെങ്കിലും അതിന്റെ പേരിലുണ്ടായ ആദ്യത്തെ ഫിത്ന ഞങ്ങൾ അങ്ങാടിയിൽ വൈകുന്നേരം ആ കാരണത്താൽ അടിപൊട്ടി എന്നതാണ്. അങ്ങനെ TV എന്ന ഉപകരണത്തെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു കാലഘട്ടത്തെ കുറിച്ച് ഈ പുതിയ തലമുറയോട് പറഞ്ഞാൽ അവരെ കയ്യിൽ ഇന്ന് TV ആണ്. എല്ലാ സംവിധാനങ്ങളുമുള്ള മൊബൈലുമായി നടക്കുന്നവർക്ക് അത് അത്ഭുതമല്ല. എല്ലാ വീടുകളും തിയേറ്ററുകളായി മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. ഏത് അങ്ങാടിയിൽ ചെന്നാലും ബസ്സിൽ കയറിയാലും ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്നാലും TV കാണാനുള്ള സൗകര്യമുള്ള കാലഘട്ടമാണ്. ആ കാലത്ത് ജനിച്ചു വീണ ഒരു കുട്ടിക്ക് ഇതൊരു അത്ഭുതമായി തോന്നുന്നില്ല. ഇത് ലോകോൽപത്തി മുതൽക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ആദ്യമായി ബസ് വന്നു. ലയം എന്ന പേരുള്ള ഒരു ബസ്സായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്നത്. അന്ന് ആ ബസ് എളമരത്ത് നിന്ന് എടവണ്ണപ്പാറയിലേക്ക് ഓടുമ്പോൾ എളമരം മുതൽ എടവണ്ണപ്പാറ വരെ പിന്നാലെ ഓടിയതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ബസ് ഒരു മഹാ അത്ഭുതമായിരുന്നു. അതിനെ ഒന്ന് കാണാൻ, അതിന്റെ ആ പുകയൊന്ന് ശ്വസിക്കാൻ അതിനു വേണ്ടി ഓടുകയാണ് പിന്നാലെ. അതുകൊണ്ട് നല്ലോണം പുകയുണ്ടാവും. മദ്രസയിൽ ഞങ്ങൾ ഇരിക്കുമ്പം ആ ജീപ്പ് പോയാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ പുറത്തു വന്ന് ഇങ്ങനെ വലിക്കലാണ് ആ ജീപ്പിന്റെ വാസന. കാരണം
ഒരു വണ്ടിന്റെ മണം കിട്ടുക എന്ന് പറഞ്ഞത് അത്യപൂർവമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന് അതൊക്കെ ലോകത്തേക്ക് ആദ്യം തന്നെ ലഭിക്കുന്നത് എന്താണ്? ചെറിയ കുട്ടികളെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ ലഭിക്കും. അതിലൂടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങൾ, വാട്സപ്പ്, ടിൻഡർ മുതൽക്ക് ഇവർക്ക് ബന്ധപ്പെടാൻ, എല്ലാ ലോകവുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം അവർക്ക് ലഭിക്കുകയാണ്. അവരെ ലോകം അവരെ മുമ്പിലുള്ളതല്ല, അവരെ കൺമുമ്പിൽ ഇല്ലാത്ത ലോകവുമായാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ബന്ധം. ഇതുകൊണ്ട് തന്നെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ദുരന്തം കാരണം നമുക്ക് പരസ്പരം അടുക്കാനും പരിചയപ്പെടാനും കഴിയുന്നില്ല. നമ്മളൊക്കെ കുട്ടികളായ കാലത്ത് കുട്ടികൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, അവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നൊരു ഭാഗമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. കാരണം മറയില്ലാത്ത ലോകത്താണ് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്ക് അവര് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കാണാൻ പറ്റാത്ത ഒന്ന് എന്ന ആ വിലക്ക് നമുക്കവിടെ കണ്ടിടുക. അകങ്ങൾ ആ കുട്ടികൾ കാണാൻ പറ്റാത്തത് കാണുകയും അനുഭവിക്കാൻ പറ്റാത്തത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ആധുനിക സംവിധാനത്തോടെ ജീവിക്കുന്ന തലമുറ മനുഷ്യനിൽ നിന്ന് അകലുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് മനുഷ്യ ബന്ധങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടായിരുന്നു. സ്കൂള് വിട്ടു വന്നാൽ കിങ് കളി, കോട്ടക്ക് കളിക്കുക, ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ ഇത് കക്കേ അവർക്ക് തിരിയില്ല. അവരെ ഇന്നത്തെ കളി ഏതാണ്? അവരെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക. അതിലവർ കാണുന്നത് ആരെയാണ്? അതിൽ കാർട്ടൂൺ കണ്ടാലും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും ഒക്കെ അതിൽ ചില വില്ലന്മാരുണ്ട്. നമ്മൾ സാധാരണ നിർദോഷകരമെന്ന് കരുതി കുട്ടികൾക്ക് യഥേഷ്ടം തുറന്നു കൊടുക്കുന്നതാണ് കാർട്ടൂൺ. ഈ കാർട്ടൂണിൽ വലിയ വലിയ വില്ലന്മാരുണ്ട്. അവര് വലിയ കളവ് നടത്തുന്നു, കൊലപാതകം നടത്തുന്നു, സാഹസികമായ പല പ്രവർത്തനങ്ങളും നടത്തുന്നു. അങ്ങനെ അതിലൊക്കെ വിജയം വരിക്കുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെടാത്ത, മണ്ണിന്റെ മണമുള്ള ഒരു കളിയിലും ഏർപ്പെടാത്ത പുതിയ തലമുറയുടെ മാതൃക എന്താണ്? കാർട്ടൂണിലെയും സിനിമയിലെയും സീരിയലിലെയും ഇത്തരം വീരപുരുഷന്മാരാണ്, കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ അനുകരിക്കുന്നു എന്നതാണ് നമ്മുടെ പുതിയ തലമുറ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീതിതമായ ഒരവസ്ഥ. ഇതിന് പരിഹാരമുണ്ടാക്കാൻ എന്താണ് മാർഗമെന്നതിന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യനുമായി ബന്ധപ്പെടാൻ ആർക്കും നേരല്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരാളെ കാണാൻ ചെന്ന് അദ്ദേഹവുമായി മുന്നിലുള്ള ആൾ സംസ്കാരം, അപ്പോഴേക്ക് ദൂരത്തുള്ള ആളുമായാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അങ്ങനെ ജനങ്ങളോടുള്ള ബന്ധം കുറയുമ്പോൾ അത് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്നു. മനുഷ്യരുമായുള്ള ബന്ധം നമുക്ക് കുറയുന്നു. ഇവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചില സന്ദേശങ്ങൾ പുതിയ തലമുറ അറിയേണ്ടതുണ്ട്. മനുഷ്യപ്പറ്റുള്ളവരായി നമ്മൾ മാറണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് നമ്മോട് ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അൽ മുഅ്മിനു ഇൽഫും മഅലൂഫ് വലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുഅലഫ്. അൽ മുഅ്മിനു, യഥാർത്ഥ വിശ്വാസി ആരായിരിക്കണം? ഇൽഫുൻ, അവൻ ജനങ്ങളോട് ഇണങ്ങുന്നവരാകണം, ജനങ്ങളോട് അടുക്കുന്നവനാകണം. അതോടൊപ്പം മഅലൂഫുൻ, അവനെ ഇങ്ങോട്ട് അടുപ്പിക്കപ്പെടാൻ
ബന്ധപ്പെടാനും കഴിയണം, ഇണക്കപ്പെടാനും കഴിയണം. വലാ ഖൈറ, എന്നാൽ ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരാൾക്കും ഞാനും എന്റെ വീടും പറമ്പും ഭാര്യയും ടിവിയും മതിൽക്കെട്ടും ഗേറ്റും എന്ന് പറഞ്ഞ് അകത്തേക്ക് ഒളിച്ചു കഴിയുന്ന മനുഷ്യനിൽ നിന്ന് മാനവ സമൂഹത്തിന് ഒരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല. നാം ജനകീയരാകണം, ജനങ്ങളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കണം. പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ സാങ്കേതിക പുരോഗതി നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ജനങ്ങളുമായുള്ള ബന്ധത്തിൽ നമ്മളെ വിച്ഛേദിക്കുകയാണ്. ഈ ഒരു സ്വഭാവം നമ്മളൊരു ആത്മപരിശോധന എന്ന നിലക്ക് പരിശോധിച്ചു നോക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊരു ബസ് യാത്ര ചെയ്യുകയാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ നമ്മള് പാലക്കാട്ടേക്കോ പോകുന്നു എന്ന് സങ്കല്പിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ ദൈർഘ്യമുള്ള ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ ആ ബസ്സിൽ നമ്മോടൊപ്പം ഒരാള് എന്തായാലും ഇരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഇടത്തും വലത്തും 2 ആളുണ്ടാവും. നമുക്ക് ചൂട് പകർന്നാണ് അവരിയ്ക്കുന്നത്. ആ മനുഷ്യനോട് നമ്മളിൽ എത്ര പേർ സൗഹൃദത്തിന് ശ്രമിക്കാറുണ്ട്? ഒരു മനുഷ്യനല്ലേ, ആരാകട്ടെ, അയാളും നമ്മളെ ശരീരവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നു. ആ എന്താണ് തൊഴില്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ താല്പര്യം കാണിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ അത്യപൂർവം ആളുകളാണ്. പലരും ചെന്നിരിക്കും അത്യാവശ്യം ഗൗരവത്തോടെ. പിന്നെയോ 2 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ മൂടും തട്ടി ഇറങ്ങിപ്പോകും. ഒരു മനുഷ്യനായിരുന്നു എന്റെ അടുത്ത് ഇരുന്നത് എന്ന ഒരു പരിഗണന പോലും ഇല്ലാത്ത ജനങ്ങളിൽ നിന്നായ മനുഷ്യൻ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ തന്നെ ആദ്യമായി അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ആ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഭവം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ് ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളിൽ ഒരു വിഷയത്തെയും നീ നിസ്സാരമായി കാണരുത്. ഏതുവരെ നീ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നത് മതനിയമമാണ്. അതൊരു ചെറിയ കാര്യമായി നീ കാണരുത്. ആ കൂട്ടുകാരനെ നോക്കി ഒന്ന് ചിരിച്ചാൽ അത് അയാൾക്ക് നമ്മൾ നൽകുന്ന വലിയൊരു ദാനമാണ്. അതോടെ ആ യാത്രക്കാരൻ സന്തുഷ്ടനാകുകയാണ്. ഒരു മനുഷ്യപ്പറ്റുള്ള ആളെ കിട്ടിയല്ലോ, പാലക്കാട് വരെ പോകേണ്ടതല്ലേ, എന്നാലും ഇയാൾക്കാകെ ബേജാറാ, പടച്ചവനെ പോക്കറ്റ് അടിക്കുവോ, ഇവന്റെ ഗൗരവം കണ്ടിട്ട് ഇത് ആള് ശരിയില്ല, അയാൾക്ക് പല രീതിയിലുള്ള ഭീതിയാണ്. അങ്ങനെ ഭീതിപ്പെടുത്തുന്നവരാകരുത് നമ്മൾ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരാകണം. ഇനി ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് സൗഹൃദത്തിന് ശ്രമിച്ചാലോ, മഅ്ലൂഫുൻ, ഇണക്കപ്പെടാൻ നമ്മളെ കഴിയണം. ഒരാൾ നമ്മളോട് ചോദിക്കുക, എന്താ നിങ്ങളെ പേര്? എന്റെ പേര് പോക്കര്. എത്തിയാൻക്ക് വേണ്ടിയേ? ഇങ്ങനെ മറുപടി കൊടുത്താല് ഇതേതോ ഒരു പുലിക്കോടനാണല്ലോ പടച്ചോനെ, വേറെ സീറ്റ് എവിടെങ്കിലും ഒഴിഞ്ഞുണ്ടോ നോക്കുക, പിന്നെ സീറ്റ് മാറാൻ. കാരണം ഇയാളെ കൂടെ പാലക്കാട് വരെ എന്തായാലും യാത്ര ചെയ്യാൻ പറ്റൂല. ചോദിച്ചതോ ചോദിച്ച്, സോറി ഇനി ചോദിക്കൂല. അങ്ങനെ ആവരുത് നമ്മളെ മറുപടി. ഒരാള് നമ്മളോട് സൗഹൃദത്തിന് വന്നാൽ അതിലേറെ വിനയത്തോടെ പുഞ്ചിരിയോടെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ സ്വാംശീകരിച്ചില്ലെങ്കിൽ വലാ ഖൈറ, ഒരു നന്മയും നമ്മളിൽ നിന്നുണ്ടാകൂല. ഫീമൻ ലാ യഅലിഹു വലാ യുഅലഫ്, ജനങ്ങളോട് അടുക്കാൻ കഴിയാതെ ഇണങ്ങാൻ കഴിയാതെ അകത്തേക്ക് വലിയുന്ന മനുഷ്യന്. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ആളുകളുമായി ബന്ധപ്പെടുന്ന ജനകീയ സ്വഭാവമുള്ളവരായി മാറണം. നാം ടിവിയിലേക്കും നെറ്റിലേക്കും വാട്സപ്പിലേക്കും മാത്രം ആളെ കാണാതെ നമ്മൾ
ബന്ധപ്പെടുന്നവർ മാത്രമാകരുത്. ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങളല്ല. ഇത്തരം ബന്ധങ്ങളിലൂടെ അത് അധികവും ചതിക്കുഴിയിലായിരിക്കും നമ്മൾ ചെന്ന് ചാടുക. അതിലൂടെയും ജനങ്ങളുമായി ബന്ധപ്പെടാമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് മുഖം കാണാത്ത ബന്ധങ്ങളാണ്. അതിൽ ചതി പതിയിരിക്കുന്നുണ്ടാകും. നന്മയേക്കാൾ കൂടുതൽ തിന്മയായി. അതുകൊണ്ട് സൂക്ഷിച്ച് ഇടപെടേണ്ട ബന്ധമാണ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ബന്ധം. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഈ മനുഷ്യരുമായി ബന്ധമില്ലായ്മയിലൂടെ ഇന്ന് വളരെയധികം തെറ്റുദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ്. നിങ്ങൾ കുറെ വാങ്ങിയാൽ ആദ്യം അതിനൊരു അയൽപ്പക്കത്തൊരാൾ മരണപ്പെട്ടു എന്ന വിവരം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? സൗദി അറേബ്യയിൽ നിന്ന് ഫോൺ വരികയാണ്. നിങ്ങൾ അറിഞ്ഞോ, ആചാര്യ മരിച്ചിട്ടുണ്ട്. ഏതാചാര്യ? ഈ മതിലിന്റെ നേരപ്പുറത്ത്. കാരണം മനുഷ്യനുമായുള്ള നേരിട്ടുള്ള ബന്ധമൊക്കെ പോയി. അതിനാൽ പുതിയ തലമുറയുടെ ഈ പോരായ്മ നമുക്ക് നികത്തിയെടുക്കാൻ അയൽ ബന്ധങ്ങളെ നമ്മൾ പുനഃസ്ഥാപിക്കണം. അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വസിക്കുന്നവൻ എന്നാണ്. അത് വിപുലമായ അർത്ഥത്തിലാണ്. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ നമ്മളെ അയൽവാസികളാണ്. തൊട്ടടുത്ത് ചേർന്നിരിക്കുന്നവർ ഏറ്റവും അടുത്ത അയൽവാസി. മുന്നിലെയും ആ യാത്രയിൽ നമ്മളെ കൂടെ വസിക്കുന്നവരാണ്. അവരോടൊക്കെ നമുക്ക് ഗുണകാംക്ഷയുണ്ടായിരിക്കണം. എല്ലാവരോടും നന്മ ചൊരിയണം. ആർക്കും നമ്മൾ ശല്യക്കാരാകരുത്. ഇതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ ബസ് രണ്ട് ജാതി ഉണ്ടാവും. വലിയ ബസ്സുണ്ട്, കുട്ടി ബസ്സുണ്ട്. കുട്ടി ബസ്സിന് സാധാരണ സീറ്റും കുട്ടി സീറ്റായിരിക്കും. കുട്ടി സീറ്റിൽ ചെന്നിരുന്നാലും ഒരാളും ശല്യപ്പെടുത്തരുത്. നമ്മൾ പറഞ്ഞ പോലെ മാന്യമായ ചർച്ചകളോ ഉപദേശങ്ങളോ, അയാൾ അറിവുള്ളയാളാണെങ്കിൽ അയാളിൽ നിന്ന് ചോദിച്ചു പഠിക്കലോ ഒക്കെ ആവാം. പക്ഷെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയം എടുത്തിടരുത്. ഗ്രൂപ്പ് പറഞ്ഞ് ബസ്സിൽ വെച്ച് വാഗ്വാദമുണ്ടാക്കി യാത്രക്കാർക്ക് മുഴുവൻ കുഴപ്പമുണ്ടാക്കരുത്. രാഷ്ട്രീയം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രം പറയാ. ഇയാള് ക്രിക്കറ്റ് എന്ന് കേട്ടാ പിരാന്ത് എടുക്കുന്ന ആളാണ്. ഞമ്മളോ പത്രം കിട്ടിയ ആദ്യം ആ പേജ് നോക്കുന്ന ആളുമാണ്. അങ്ങനത്തെ ആളുകളാണെങ്കിൽ നമ്മളെ ആഗ്രഹം മാത്രം മറ്റവനോട് പറയരുത്. ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ചൂടും പിരാന്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ കേൾക്കാൻ അയാൾക്ക് ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരാളോട് രാവിലെ തന്നെ ബസ് കിട്ടിയപ്പോ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല, എങ്ങനെയുണ്ട് IPL ഇന്നലത്തെ മത്സരം, ചെന്നൈ ഉഷാറാക്കിയില്ല എന്നൊക്കെ ചോദിച്ചാല് അയാൾക്ക് ഈറ പിടിക്കും. അയാള് വേറെ സീറ്റ് ഉണ്ടോ നോക്കും. അപ്പോ അങ്ങനെ ആളെ മനസ്സ് വായിക്കാതെ സംസാരിച്ചും ശല്യപ്പെടുത്തരുത്. ഉറങ്ങിയിട്ട് മറ്റോന്റെ തോളിൽ വീണ് ശല്യം ഉണ്ടാക്കരുത്. മുന്നിലെ സീറ്റിൽ ഇരിക്കണോനെ ഇടക്കിടക്ക് കാലുകൊണ്ട് ചവിട്ടരുത്. പിന്നെ സീറ്റിന്റെ ബാക്കിലതൊക്കെ പിടിച്ചിട്ടൊന്നും ഇങ്ങനെ കുലുക്കിയിട്ട് ഓനെ ശല്യപ്പെടുത്തരുത്. നമ്മളെ അയൽവാസിയാണ്. ഇതുപോലെ നമ്മൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ സഹപാഠികൾ, ആ സമയത്ത് നമ്മുടെ അയൽവാസികളാണ്. അവരോട് ഗുണം ചെയ്യണം. സ്കൂളിൽ പോരുന്ന തിരക്കിനിടയിൽ ഒരു കുട്ടി പെന്നെടുക്കാൻ മറന്നുപോയി. എഴുതാൻ നേരെ ആയപ്പം പെന്നില്ല. പെന്ന് മാത്രം ചോദിക്കരുത്. അങ്ങനെ ചിലർക്ക് ഒരു മറുപടി എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് മാത്രം ചോദിക്കരുത്. എന്ത് ചോദിച്ചാലും അത് മാത്രം, ഒന്നും കൊടുക്കാത്ത മനുഷ്യൻ. ഇങ്ങനെ ആവാൻ പാടില്ല. ഈ സഹപാഠിയോട് ഗുണം ചെയ്യണം. അയാൾ ചോദിക്കുന്ന
ഈ സഹായം നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ഒരു കച്ചവടക്കാരൻ അയാളെ തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്യുന്നയാള്, ആ സമയത്ത് അയാൾ അയൽവാസിയാണ്, അയാളോട് ഗുണം ചെയ്യണം. പക്ഷേ വിദ്വേഷം എങ്ങനെയാണ് ഉണ്ടാകുക? ഏറ്റവും അടുത്തവരോടാണ്. കച്ചവടക്കാരൊക്കെ ഒരേ സൈസ് കച്ചവടമാണ്, പിന്നെ പറയും വേണ്ട. രണ്ടാളും ജ്വല്ലറിയാണ്, രണ്ടാളും പലചരക്കാണ്, അല്ലെ രണ്ടാളും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആണെങ്കിൽ വിദ്വേഷം കൂടും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. കാരണം എന്താ? ഒരുത്തങ്ങനെ ഇരുന്ന് നോക്കാണ്. രാവിലെ തുറന്നു വെച്ച് 12 മണിയായപ്പോഴേക്ക് എന്റെ കടയിൽ കയറിയത് 25 ആള്. മറ്റോന്റെ കടയിൽ കയറണമെന്ന് നോക്കുന്നുണ്ട്, ഇവിടെ നോട്ട് ചെയ്യാണ്, അവിടെ 48 ആള്. എന്താ ഇപ്പൊ വ്യത്യാസം? ഡെക്കറേഷൻ കുറവൊന്നുമില്ല, ഇതിപ്പോ നല്ല ഡെക്കറേഷൻ, എന്താ അങ്ങോട്ട് ആള് കയറാത്തത്? പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓൻ തീരുമാനിക്കുക അതൊക്കെ ഓൻ എന്തോ ഗൂഢോത്തരം ചെയ്തു വെച്ചതാണ്. എന്നിട്ട് ഒരു കണക്കന്റെ അടുത്ത് ഇവനും പോകുക, ഒരു തകിട് ഓനും വാങ്ങുക, മറ്റോന്റെ കടന്റെ ബാക്കിൽ തിരികെ കൊടുക്കുക. കച്ചവടം ഇങ്ങോട്ട് വരട്ടെ. സഹോദര, മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹുവാണ്. നമുക്ക് റിസ്ക് കണക്കാക്കുന്നവൻ അള്ളയാണ്. ആ അള്ളാഹു ജനഹൃദയങ്ങളെ നമ്മളെ കടയിലേക്ക് തിരിച്ചുവിടുന്നവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനാദ്യം നമ്മളെ കൽബ് നന്നാക്കണം. വേറെ ആളെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുകയല്ല വേണ്ടത്. എന്നാൽ എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മളെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരന് ഇങ്ങനെ ഒരു ധാരണ പരക്കാൻ നമ്മളെ പെരുമാറ്റം കാരണമായി പോകരുത്. അതിനെന്തു വേണം? അയാളോട് നമ്മൾ സഹകരിക്കണം. ഒരു അയൽവാസി എന്ന നിലക്ക് അടുത്ത കച്ചവടക്കാരൻ ഒരു 500 രൂപ നീട്ടി ഇതിന് ചേഞ്ച് തരുമോന്ന് ചോദിച്ചാൽ എപ്പം ചോദിച്ചാലും ഒന്നും ഇല്ല, ചില്ലറൊന്നുമില്ല, കൊടുക്കണ പരിപാടി. അങ്ങനെയല്ല വേണ്ടത്, ഉണ്ടാക്കി കൊടുക്കണം ചേഞ്ച്. ഇനി തികയൂലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ടത്? നിങ്ങൾക്ക് ഇവനെ ഒരു 100 രൂപ കൊടുക്കണോ പിരിച്ചിടാൻ? എന്താ 100 എടുത്തോളി, 500 അവിടെ തന്നെ വെച്ചോളി, 100 ഞാൻ വാങ്ങിക്കോളാ. അങ്ങനെ സഹകരിക്കണം. കൊണ്ടോട്ടി മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മൾ. ഏതായാലും ഒരു നായ്ക്കുറുക്കനുമായിട്ടാ പോണത്. എന്നാൽ എന്ത് പറയാ, അടുത്ത കടക്കാരനോട് ഞാൻ ചരക്കെടുക്കാൻ പോവാണ്, ഒരു 2 തക്കാളി വട്ടിക്കുള്ള ഗ്യാപ്പൊക്കെ എന്തായാലും എന്റെ വണ്ടിയിൽ ഉണ്ടാകും, വേണമെങ്കിൽ എടുക്ക, എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ? അപ്പം തന്നെ തോന്നില്ല ഇയാൾ നമ്മളൊരു ഗുണകാംക്ഷിയാണ്, ഇയാൾ നമ്മളെ എതിരാളിയല്ല, ഇവൻ നമുക്കെതിരെ ഗൂഢോത്തരം ചെയ്യൂല എന്ന് അയൽവാസിയായ കച്ചവടക്കാരന് തോന്നണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ ചെയ്യണ്ടേ? നമ്മളെ കടയിലേക്ക് ഒരാൾ വന്ന് ചോദിക്കാണ്, 1 കിലോ നല്ല ആപ്പിള് തരുമോ? അപ്പൊ നമ്മളെ കടയിൽ നല്ല ആപ്പിൾ ഇല്ല. എന്നാ പറയണം, അമ്മദ്ക്ക അയാൾക്ക് നല്ലൊരു കിലോ ആപ്പിൾ കൊടുക്കുകയും അടുത്ത കടക്കാരനോട് വിളിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനിങ്ങോട്ട് മനസ്സ് വരണ്ടേ? ഇവനോടാ വെറുപ്പ്. എന്നിട്ട് എന്താ പറയാ, അവിടെ പോണ്ട, അത് മോശം, അങ്ങേ തലക്കൊരു പീടിയുണ്ട്, അവിടുന്ന് വാങ്ങിക്കോന്ന്. കാരണം കൂടുതൽ വെറുപ്പാരോടാ? അടുത്തുള്ളവനോടാണ്. ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ബന്ധങ്ങൾ എപ്പോഴും നന്നായിരിക്കണം. അയൽവാസികളോട് നന്നായി പെരുമാറണം. ഇതുപോലെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ, നമ്മുടെ വീടിന്റെ 4 ഭാഗത്തേക്കും 40ഓളം വീട്ടുകാര് വരെ നമ്മളെ അയൽവാസികളാണ്. നമ്മുടെ വീടിനോട് വാതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കാണ് ഏറ്റവും അടുത്ത അയൽവാസി. ഇവരോടൊക്കെയും നമുക്ക് കടപ്പാടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ അല്ലാഹുവാണ് ഈമാനില്ല, ഈമാൻ പൂർണ്ണമാകുന്നില്ല. ആരുടെ ഈമാനാണെന്ന് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറയുന്നു, മല്ല തന്റെ അയൽവാസി തന്നാലുണ്ടാകുന്ന വിപത്തിൽ നിന്ന് നിർഭയനാവാത്ത കാലത്തോളം ആരും പൂർണ്ണ വിശ്വാസിയല്ല. നമ്മളെ തൊട്ടടുത്ത വീട്ടുകാർ
അയാളെ മകൾക്ക് ഒരു വിവാഹാന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഈ കോമു മാത്രം അറിയാന്നാ മതി. കാരണം പാര പോവാണെങ്കിൽ എഴുന്നേ പോവുള്ളൂ, കോമുവിന്റെ അടുത്തുനിന്ന് ഓനെ നമ്മൾ തൊട്ടടുത്ത പൊരക്കാരൻ. ഇങ്ങനെ എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മളെ അയൽവാസിക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഈമാന്റെ കുറവാണ്, അയൽവാസിന്റെ കുറ്റല്ല. എന്താ ഓനെ കുറിച്ച് തെറ്റുകാർക്ക് ഞാൻ തെറ്റുകാരനാണോ എന്ന് നമ്മൾ ചോദിക്കും. അതേ, തെറ്റുകാരനാണ്. നമ്മളെ കണ്ടിട്ട് കിണ്ണം കട്ടവനാന്ന് തോന്നിയിട്ടാണ് അയാൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത്. അതേ സമയത്ത് അയാളെ മകൾക്ക് ഒരു വിവാഹാന്വേഷണവുമായി അതിനെ സംബന്ധിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നവനായി എന്നെയും നിങ്ങളെയും അയൽവാസി കാണുകയാണെങ്കിൽ ഇല്ല, അയാൾ നമ്മളെ ഗുണകാംക്ഷിയാണെന്ന് അയാൾക്ക് തോന്നും. അതിന് മാത്രമുള്ള ബന്ധങ്ങൾ അയൽക്കാരുമായി നമുക്കുണ്ടാകണം. പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക പുരോഗതി ഈ ബന്ധങ്ങൾക്കിടയിൽ ഒരു സാംസ്കാരിക ചുതിയായി നമ്മൾ അതിനെ കാണണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തായിരുന്നു നമ്മളൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ കുട്ടികളായ കാലഘട്ടത്തിൽ നമ്മളെ ഗ്രാമത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന്റെ കല്യാണ വീട്ടിൽ വന്ന് എന്ന് ചർച്ച ചെയ്ത് ഒരു 4-5 ഗ്രൂപ്പായി പിരിഞ്ഞു പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? അയൽ വീടുകളിലേക്കാണ്. അങ്ങനെ ചെല്ലുമ്പോ മറിയത്തൂന്റെ പൊര കെട്ടിമയാൻ വേണ്ടി മടങ്ങി വെച്ച ഓലണ്ടാവും. അത് ഒരു കൂട്ടരും കിണറിലിറങ്ങാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഏണി അത് അവിടുന്ന് പൊക്കിയെടുക്കും. ഇതുപോലെ വേറെ ഒരാൾ നെടുമ്പര കെട്ടാൻ വേണ്ടി മുറിച്ചിട്ട കവുങ്ങുണ്ട്, അത് വേറെ ആള് തൊള്ളു. ഇങ്ങനെ വായക്ക് നാട്ട കൊടുക്കാൻ വേണ്ടി വെച്ച ഒരാലുംകോലൊക്കെ അത് വേറെ. ഇങ്ങനെ 4 ഭാഗത്തുകൂടെയും സഞ്ചരിച്ച് ഈ സാധന സാമഗ്രികൾ ഞൊടിയിട കൊണ്ട് കല്യാണ വീട്ടിലെത്തുകയാണ്. ഇനി കല്യാണ പന്തല് കെട്ടാൻ ഒരു ചെലവുമില്ല. ഈ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് വളരെ പ്രകൃതി സുന്ദരമായ ഓലപ്പന്തൽ കെട്ടിയുണ്ടാക്കുക. ഇനി അലങ്കാരത്തിന് ഈന്തുംപട്ട വെട്ടല് നമ്മൾ കുട്ടികളെ കടമയായിരുന്നു. കത്തിയായിട്ട് ഈന്തുമ്മൽ കയറി പട്ട വെട്ടും. അതുകൊണ്ട് സൈഡ് മറ ഉണ്ടാക്കും. മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഏതെങ്കിലും തെങ്ങോ കവുങ്ങോ മാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പട്ട കൊണ്ട് തന്നെ അലങ്കരിച്ച് അതിനെ പൊതിയും. എന്തൊരു സൗന്ദര്യം! അന്നത്തെ ഈന്തുംപട്ടന്റെ വാസന വന്നാൽ തന്നെ കല്യാണത്തിന്റെ വല്ലാത്തൊരു മണങ്ങട് വരില്ല. അങ്ങനെ ഒരു ചില്ലിക്കാശ് ചെലവില്ല. ആ ഇതിന് ചെലവ് ഒരൗലും കഞ്ഞി അല്ലെങ്കിൽ ഒരു പൂള പുഴുങ്ങിയതും ഒരു ഇത് കൊടുത്ത കല്യാണ പന്തൽ റെഡി. ഇന്നത്തെ അവസ്ഥ എന്താ? ഇങ്ങനെ ഒരു പങ്കുവെപ്പ് എല്ലാ
എല്ലാവരെയും അയൽവാസികളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തൊരു പങ്കുവെപ്പിന്റെ സാഹചര്യം ഉണ്ടോ? ഇന്നൊരു കല്യാണം ഉണ്ടായാൽ അപ്പം വരും വാടക സ്റ്റോറിൽ നിന്ന് ആളുകൾ അവര് വന്ന് പറയും കല്യാണപ്പന്തൽ ഞങ്ങൾക്ക് തരണേ. അപ്പൊ നോക്കട്ടെ വേറെ ആരുണ്ടോ? അങ്ങനെ വരും, പിന്നെ ടെൻഡർ കൊടുക്കുകയാണ്. നഗരപ്രദേശ എത്ര ൊക്കെ നടക്കുന്ന കല്യാണങ്ങൾക്ക് 8-10 ലക്ഷം രൂപക്ക് ടെൻഡർ കൊടുത്താണ് കല്യാണ പന്തൽ ഉണ്ടാക്കുന്നത്. കല്യാണങ്ങളിൽ ജനകീയ പങ്കാളിത്തങ്ങളില്ല, സൗകര്യങ്ങളുടെ പങ്കുവെപ്പുകളില്ല. പിന്നെ രാത്രി ചോറ് തിന്നാൻ നേരത്തോ എല്ലാവരും ഇരച്ചു കയറും, അത് തട്ടി ഇറങ്ങി യാതൊരു സ്വഭാവവും ഇല്ല. ഇതല്ലേ വേണ്ടത്? നമ്മളെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തന്നത്. അന്ന് ഉമ്മമാര് വലിയ ഫാമിലിയാണ്. എന്റെ വീട്ടിൽ ഒരാഹാരം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഉമ്മ പറഞ്ഞു, ആ പങ്കോടിയെ മക്കൾ ഇങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പങ്കോടി മക്കൾ പറഞ്ഞ നമ്മളെ അയൽവാസികളായ ഒരു അമുസ്ലിം വിധവയാണ്. അവരെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ശശി ഉഷ 2 കുട്ടികളുണ്ട്. ഞങ്ങളൊക്കെ പ്രായക്കാരാണ്, കുട്ടികളാണ്. അങ്ങനെ വിളിക്കാൻ പറഞ്ഞപ്പം എന്റെ മൂത്ത പെങ്ങള് ചോദിച്ചു, അല്ലമ്മ ആകെ ഇതല്ലേ ഉള്ളൂ, ഇതിലേക്ക് ഇനി നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്താണോ? വിട്ടു വരുമ്പോ ചായോ അല്ലെങ്കിൽ അവലും ചായയും കുടിച്ചിട്ടൊക്കെയാണ് പോവുക. തിരിച്ച് വിശന്ന് പൊരിഞ്ഞിട്ട് മനുഷ്യനെ പോലും തിന്നും എന്ന നിലക്ക് ആ വീട്ടിലേക്ക് വരിക. അപ്പണ്ടാവല് കഞ്ഞിയാണ്. കഞ്ഞിങ്ങനെ ആറ്റി നോക്കിയാൽ വറ്റ് കുറവാണെങ്കിൽ നമ്മൾ കരയും, ഇതുകൊണ്ട് എന്റെ വിശപ്പ് മാറൂല എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് രാവിലെ അവരെ തീറ്റിപ്പിക്കാൻ നമ്മൾ പെടുന്ന പെടാപാട് തിന്നു കിട്ടണ്ടേ? അതിന് വടിയും കൈക്കോട്ട് കൊടുക്കണം. ഇനി വൈകുന്നേരം വന്ന് 1-ാം തരം വിഭവം വിളമ്പി വെച്ചാലോ ഓലും കരയാണ്. ഓലെന്തിനാ കരയണത്? ഇതൊക്കെ ഞാൻ തിന്നൂല. നമ്മൾ കരഞ്ഞതോ ഇതുകൊണ്ട് എന്റെ പള്ള നിറയില്ല. ഇതാ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള ആ കാലഘട്ടമായതുകൊണ്ട് പെങ്ങൾ ചോദിച്ചു പോയതാ, ഈ ഭക്ഷണത്തിലേക്ക് നാട്ടുകാരെ മൊത്തം വിളിക്കുകയാണോ? അന്ന് ഉമ്മ പറഞ്ഞൊരു വാക്ക് ഇന്നും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞു, മോളെ അത് തന്തല്ലാത്ത മക്കളാണ്. പഴയ മലയാളത്തിൽ പറഞ്ഞതല്ല, തന്തനെ പറഞ്ഞതല്ല. കാരണം അവരെ അച്ഛൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മക്കൾക്ക് അവിടെ പട്ടിണി കിടന്ന് നമ്മൾ ഇവിടെ വെച്ച് ആഹാരം കഴിച്ചാൽ പടച്ചോൻ പൊറുക്കൂല. ഇതായിരുന്നു പൂർവകരായ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിന്റെയും പങ്കുവെപ്പിന്റെയും സംസ്കാരമെങ്കിൽ ഇന്ന് ആർക്കാണ് അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ സമയം? അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു നമുക്ക് തന്ന ഒരുപാട് നിഅ്മത്തുകളുണ്ട്. ആ നിഅ്മത്തുകളുമായി നമ്മൾ നമ്മുടേതായ ലോകത്ത് ജീവിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യാൻ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കും. അത് ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാളേറെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു കൂട്ടായ്മയിലൂടെ. അതിന് വലിയ ബർക്കത്തുണ്ടാകും. അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായം കൂട്ടായ്മയിലാണ്. ബർക്കത്ത് കൂട്ടമായി പ്രവർത്തിക്കുമ്പോഴാണ്, ഒറ്റക്ക് ചെയ്യുമ്പോഴല്ല. മൻ ശദ്ദ ശുദ്ദ ഫിന്നാർ,
കൂട്ടായ്മയോട് ചേരാതെ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അവൻ ഒറ്റക്ക് നരകത്തിൽ ആപതിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് എപ്പോഴും കൂട്ടായ്മയോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് സാധ്യമാകുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ പങ്കുവെക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, അവരുടെ യുവത്വം അത് അവശത അനുഭവിക്കുന്നവർക്ക്, വൈകല്യമുള്ളവർക്ക്, പ്രായം ചെന്നവർക്ക് താങ്ങും തണലുമാകാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്താണ്? നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ പടച്ച തമ്പുരാൻ നമ്മളെ വിചാരണ ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഒരു ചോദ്യം എന്താണ്? വൻ ശബാബിഹി ഫീമ അബ്ലാ. ഓ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, നിന്റെ യുവത്വം നീ എന്തിലാണ് നശിപ്പിച്ചു കളഞ്ഞത്? അവിടെ ഞാൻ ഒരു 1-ാം തരം ഫുട്ബോളറായിരുന്നു. രാവിലെ 6 മണിയുടെ മുമ്പായി ഞാൻ പരിശീലനത്തിന് പോകും, വൈകുന്നേരവും പോകും. അങ്ങനെ ഞങ്ങളെ രാജ്യത്തിന് വേണ്ടി, ജില്ലക്ക് വേണ്ടി, ഞങ്ങളെ ക്ലബിന് വേണ്ടി ഞാൻ ഒരുപാട് സമ്മാനവും ട്രോഫിയും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ സ്വീകരിക്കുന്ന ഒരു മറുപടിയല്ല. ഈ യുവത്വം കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് സേവനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇന്നൊരു ടൗണിലേക്ക് ചെന്നാൽ വിശാലമായ റോഡ്, നിരന്തരം ചീരിപ്പായുന്ന വാഹനം. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡ് മുറിച്ചു കടക്കുക ഒരു പ്രയാസമല്ല. കാരണം നമുക്ക് ദീർഘദൃഷ്ടിയുണ്ട്. ആ വരുന്ന ബസ് അതിവിടെ എത്തുന്നതിന് മുമ്പ് റോഡ് മുറിച്ചു കടക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാം. അതേപോലെ തന്നെ ആരോഗ്യമുണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് നടന്നു നീങ്ങാം. എന്നാൽ നമ്മൾ ആ റോഡ് മുറിച്ചു കടക്കുമ്പോ ഒന്ന് പരിസരത്ത് നോക്കുക. ഏതെങ്കിലും കണ്ണിന് കാഴ്ച പറഞ്ഞ പ്രായമുള്ളവരുണ്ടാവും. ഓല ആ ബസ് ശരിക്കും കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് തിരിയുന്നില്ല. അവര് റോഡ് മുറിച്ചടക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ശരീരത്തിന് നല്ല സ്പീഡ് കിട്ടുന്നില്ല, ആരോഗ്യം കുറവാണ്. ഇത്തരക്കാര് വണ്ടി തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പുസ്തകക്കെട്ടുമായി നിൽക്കുന്ന ചെറിയ സ്കൂൾ കുട്ടികൾ, അവർക്ക് അറിവില്ല എങ്ങനെ റോഡ് മുറിച്ച് കിടക്കണം. ചിലപ്പോൾ അവരറിയാതെ ഓടും. ഓടിയാൽ അപകടം സംഭവിക്കും. കൈക്കുഞ്ഞുങ്ങളെയുമായി നിൽക്കുന്ന ഉമ്മമാരുണ്ട്, വെപ്രാളത്തിലാണ്. ഇങ്ങനെയുള്ളവരൊക്കെ റോഡ് സൈഡിൽ നിൽക്കുമ്പം ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ ആ വരുന്ന വാഹനത്തെ ഒന്ന് കൈ കാണിച്ച് തടുത്തു നിർത്തുക. ഇവരെല്ലാവരെയും കൂടി അക്കരെ എത്തിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ്, പടച്ചവൻ നാളെ ചോദിക്കുക, നിന്റെ യുവത്വം നീ എന്തിന് ചെലവ് ചെയ്തു? നമുക്ക് പറയാം, ഇന്ന ദിവസത്തിൽ ഇതാ ഇത്രയും പേരെ റോഡ് മുറിച്ചു കടക്കാൻ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ആരോഗ്യമുള്ളവനാണ്. ആ ആരോഗ്യം കൊണ്ട് നമ്മൾ ഓടി നമ്മളെ കാര്യം നേടുകയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ഇന്നുവരെ നമ്മൾ ആലോചിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് നല്ല ചിന്ത തരട്ടെ. ഇതുപോലെ നമ്മൾ ഒരു ബസ്സിൽ കയറാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നു. ആദ്യം നമ്മൾ നോക്കലെന്താ? വല്ല സീറ്റ് ഒഴിവുണ്ടോന്ന. ഒഴിവുണ്ട് എന്ന് കണ്ടാൽ ഉടുത്ത തുണിയെങ്കിലും അയച്ച് അത് ബുക്ക് ചെയ്യാൻ. കാരണം സീറ്റ് കിട്ടണം നമുക്ക്. അങ്ങനെ ബസ്സിൽ കയറി പറ്റാനുള്ള ശ്രമമായി. ഇനി അവിടെ ആരൊക്കെ ഉണ്ട്? നമ്മളെ വലിയാപ്പന്റെ പ്രായമുള്ള ഒരാളുണ്ട്, മുട്ടുംകാലിൽ വളയാതെ ഇങ്ങനെ കളിക്കുകയാണ്. കയറാൻ പറ്റുമോ നോക്കി. ഇപ്പുറത്ത് കൈക്കുഞ്ഞുങ്ങളെയായി നിൽക്കുന്ന ഉമ്മമാരുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന ചെറിയ മക്കളുണ്ട്. ഒരു മുട്ടും കൈ കൊണ്ട് ഒരു വല്യമ്മാനെ, ഒരു മുട്ടും കൈ കൊണ്ട് ഒരു വല്യപ്പാന് കുത്തി മാറ്റിയിട്ട് നമ്മൾ ഒരൊറ്റ കേറല. ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം ചെന്നവൻ എല്ലാരും കേറിയതിനു ശേഷം പതുക്കെ കേറി ദയനീയമായി നോക്കുന്നു, എവിടെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടോ? മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നോക്കി, ഒരു സീറ്റും ഒഴിവില്ല. ഇനി ആ പ്രായമുള്ളവൻ ചിന്തിക്കുന്നത്, ഏതെങ്കിലും സന്മനസ്സുള്ളവര് സീറ്റ് ഉറപ്പിച്ചവരുണ്ടോ? അങ്ങനെ ആളുകളെ മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുമ്പോ ഞാനത് കാണുകയാണ്. എന്നെ എങ്ങാനും വെല്ലിപ്പ നോക്കി പോയാൽ എന്റെ സീറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ബേജാറിലാണ് ഞാൻ.
അതുകൊണ്ട് വേഗം ഞാനൊന്ന് കണ്ണടച്ച് ബിസ്മിക്കറ എന്ന് തുടങ്ങി ഉറങ്ങാൻ എന്റെ സ്റ്റോപ്പിലെത്തുമ്പോ എന്നാ ഞാൻ കണ്ടില്ല. ഇതല്ലേ എന്റെയും നിങ്ങളെയും സ്വഭാവം. ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പം നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഒരമണിക്കൂർ നേരം എന്റെ ആരോഗ്യം ഒരു പാവപ്പെട്ടവന് ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുത്ത് അയാളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹ് നല്ല മനസ്സ് തരട്ടെ. ഇങ്ങനെ ആരോഗ്യം മറ്റുള്ളവർക്ക് സേവനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. രോഗികളായ പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് ആ സാന്ത്വനം കൊടുക്കേണ്ടത് ആരാ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. രോഗമുള്ളവരോട് ആർദ്രത കാണിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ മുഅ്മിനീങ്ങൾക്ക് 6 കടമകൾ പരസ്പരം ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. ആ ബാധ്യതകളിൽ ഒന്ന്, ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ അയാളെ നേരിൽ ചെന്ന് ആശ്വസിപ്പിക്കുക എന്നതാണ്. സുപ്രസിദ്ധമായ ഹദീസ് നമ്മൾ പഠിച്ചിരുന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ, സഹോദരി ഉണ്ടെങ്കിൽ അവരെ ചെന്ന് ആശ്വസിപ്പിക്കണം. അത് നമ്മളെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റേണ്ടതിന്റെ രീതിശാസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് കേട്ടിട്ടല്ല സന്ദർശനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. സ്വന്തം അയൽവാസി അവിടെ കാലിനൊരു മുള്ളു കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പനിച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ തന്നെ ഒന്നങ്ങോട്ട് കിടക്കുക. എന്തേ കാലിനെന്തോ ഒരു മുള്ളുത്തി എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഏത് ചെറിയ രോഗിയാണെങ്കിൽ അയാളൊന്ന് ആശ്വസിപ്പിക്കുക. അതിന് പോകുന്ന സമയത്ത് ചില മര്യാദകൾ അതും കൂടെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി നമ്മൾ സലാം പറഞ്ഞ് അയാൾക്ക് ആശ്വാസം പകരുന്നു. രണ്ടാമതായി ആ രോഗിയോട് നമ്മൾ പറയേണ്ട വാചകങ്ങളെ ശൈലി എന്താണ്? മുത്തുനബി സാധാരണ പറയാറുള്ള ഒരു രീതിയുണ്ട്. ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഏതൊരു രോഗിയുടെ സമീപത്ത് എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ആദ്യം തന്നെ ഇത് സാരല്ലട്ടോ, നിങ്ങൾ വിചാരിച്ച മാതിരി ബേജാറാകാനുള്ള സംഗതി ഒന്നും ഇതില്ല. പിന്നെ അങ്ങനെ പറയുമ്പോ ഒരാൾക്ക് എന്തുണ്ടാവും? അയാളെ മനസ്സിലെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും, അതിന് നിങ്ങൾക്കായി നോക്കണ്ടീനി, ഇത് നിങ്ങൾക്ക് ബേജാറില്ല. അതിന്റെ ഉത്തരം പിന്നെ പറയാണ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. എന്നാലും കുറച്ച് വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളെയും അല്ലാഹു വിഷമമായി നിങ്ങൾ കാണേണ്ടതില്ല. ഈ അർത്ഥത്തിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ആശ്വസിപ്പിച്ചു പറയാറുള്ളത്. ആ ഒരു ശൈലിയിൽ തന്നെ ആയിരിക്കണം നമ്മളും രോഗിയെ സാന്ത്വനപ്പെടുത്തേണ്ടത്. ചില ആളുകൾക്ക് എങ്ങനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ചിലരെ കാണുമ്പോൾ ചോദിക്കാണ്, എന്തെങ്ങൾക്ക് എന്തോ അസുഖമുണ്ടോ? വല്ലാതെ മെലിഞ്ഞീണല്ലോ. ഒരു മനുഷ്യനോടും ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം. വെറുതെ അങ്ങാടിയിലൂടെ ഉന്മേഷത്ത് പോകുമ്പോ തടുത്തിച്ചിട്ട് ചോദിക്കുക, ഇന്നെന്തോ അസുഖമുണ്ടോ? പെരടിക്ക് കൊടുക്കേണ്ട അത് ചോദ്യമാണ്. 60% ആളുകളും സ്വയം എനിക്ക് രോഗമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. നിങ്ങളൊക്കെ സ്വയം ആലോചിച്ചു, എന്തോ ഒരു അല്ലേ അവിടെ ഇങ്ങനെ ഒരു വേദന, ക്യാൻസർ ഇട്ട് അയക്കോ? ഇങ്ങനൊക്കെ വെറുതെ ആലോചിക്കുക മനുഷ്യങ്ങൾ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവനോടാണ് ഈ ചോദ്യമെങ്കിൽ അയാൾക്കൊരു യോഗമുണ്ട്. കാരണം ഞാൻ വിശ്വസിച്ചു, എനിക്ക് സുഖല്ല, രോഗം വേണമെന്നില്ല, ഞാൻ രോഗിയായി. ഇതിനാൽ ഒരു മനുഷ്യനോടും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെയോ സാന്ത്വനത്തിന്റെ വാക്ക. ചിലർ ആശുപത്രി കിടക്കുമ്പോ ആക്സിഡന്റിൽ പെട്ടിട്ട് ആശുപത്രിയിൽ എത്തിയതാ, ഒരുത്തം വണ്ടി വന്ന് ചോദിക്ക, ഒരു കാലം മുറിഞ്ഞു, എന്തത് മുഴുവൻ തമർന്നു കൊണ്ടിനോ തോന്നിപ്പോകുമ്പോ എന്റെ ചോദ്യം കേൾക്കുമ്പോ ഒരു കാലം മുറിഞ്ഞു. അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല. ഒരു പെണ്ണുങ്ങൾ വേറൊരു പെണ്ണിനെ കാണാൻ പോയത്ര ഓളെ മുട്ടുംകാൽമേൽ ഒരു കുരുണ്ടായതാ.
അപ്പൊ ഇവളിങ്ങനെ താടിക്ക് കൈയെടുത്ത് പരമാവധി ദുഃഖം സംഘടിപ്പിച്ചിട്ട് ചോദിക്കുക, പറയാണത്രോ നമ്മളെ നബി സജ്ജുമ്മ പണ്ട് മരിച്ചുപോയത് ഇങ്ങനെ മുട്ടുംകാൽമേൽ ഒരു കുരുണ്ടായിട്ടാണല്ലേ, അല്ല ക്യാൻസർ എന്തായിക്കോ പടച്ചോനെ അള്ള കാക്കട്ടെ, ഇങ്ങനൊക്കെ പറഞ്ഞ് ദുഃഖം ഉണ്ടാക്കിയാല് നാളെ ഈ നബീസുമ്മി മരിച്ചു പോകും. കാരണം ഓല് ബേജാറാകുകയാണ്. ബേജാറാക്കാനല്ല രോഗികളെ കാണാൻ പോകുന്നത്, ആശ്വസിപ്പിക്കാനാണ്. അതിന്റെ വാക്കുകളാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു രോഗിയുടെ സമീപത്ത് നിങ്ങൾ ചെന്നാൽ ആ രോഗിക്ക് ആ രോഗത്തിൽ അല്ലാഹു മരണം കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഇനി പറയുന്ന മന്ത്രം നിങ്ങൾ മന്ത്രിച്ചാൽ അയാളെ രോഗം ഭേദപ്പെടാതിരിക്കില്ല. എന്താണ് ആ മന്ത്രം? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. ആർക്കും കാണാതെ പഠിക്കാൻ എളുപ്പമുള്ള ചെറിയ മന്ത്രമാണ് അസ്അലുല്ലാഹൽ അലീം. സമുന്നതനായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, റബ്ബൽ അർശിൽ അലീം, വലിയ നിങ്ങളെ രോഗം ശിഫയാക്കി തരാൻ. ഇത് 7 തവണ ആ രോഗിയെ നിങ്ങൾ മന്ത്രിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കും. വലിയ ആശ്വാസമായിരിക്കും ഈ രോഗിക്ക്. ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരാള് രോഗിയുടെ സമീപത്ത് നിൽക്കൽ ആ രോഗിക്ക് വലിയ താല്പര്യമാണെങ്കിൽ അയാള് ജമാഅത്തിന് വേണ്ടി പോകുന്നതിനേക്കാൾ പുണ്യം ഈ രോഗിയുടെ ചാരത്ത് അയാളെ ആശ്വസിപ്പിച്ച് നിൽക്കലാണെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അത്ര വലിയ പുണ്യകർമ്മമാണ്. ഇതുപോലെ ഈ രോഗികളെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കരുത്. അവരെ ചാരത്ത് വെച്ച് നമ്മൾ ആഹാരം കഴിക്കുക. ചില ആൾക്കാരൊക്കെ രോഗികളെ കാണാൻ പോകുമ്പോൾ മൂത്ത പുതിയാപ്പള ബിരിയാണി ആയിട്ടാ വന്നു. അപ്പൊ രണ്ടാമത്തൊന്ന് കണ്ടിട്ട് മോശാക്കാൻ ഓൻ കോഴി ബിരിയാണി ആയിട്ട്, മൂന്നാമത്തോൻ ആട് ബിരിയാണി. കുറിയേരിന്റെ കഞ്ഞി കുടിക്കാൻ പറ്റാത്ത രോഗിന്റെ അടുത്തേക്കാണ് ഈ വിഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവിടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ല തട്ട. അവരെന്ത് ചെയ്യാണ്, ഈ രോഗിന്റെ അടുത്ത് നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വെട്ടുമ്പോ ഈ രോഗി മനസ്സിൽ വിചാരിച്ച ചങ്ങായിമാരെ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ കൊണ്ടുപോയിക്കൂടെ, ഈ സാധുവിന് കുറിയേരിന്റെ കഞ്ഞി പോലും ഇറങ്ങാത്ത സമയത്ത് എന്റെ മുമ്പെന്ന് വേണോ എന്ന് തോന്നിപ്പോകും. മാത്രല്ല രോഗികൾ താമസിക്കുന്ന റൂമിൽ ഇങ്ങനെ തീറ്റും കൂടി നടത്തേണ്ട സ്ഥലമല്ല. മുത്തനബി പറയുന്നു, ഒരു കാര്യം, കിടപ്പിലായ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ നിങ്ങൾ മറക്കരുത്. അത് എന്താണ്? അവരോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. രോഗം ബാധിച്ച് കിടക്കുന്ന പ്രായമുള്ളവരും നിത്യരോഗികളൊക്കെ കാണാൻ പോയാൽ പ്രത്യേകിച്ച് അവരോട് അവിടെ വെച്ച് തന്നെ നമ്മൾ ദുആ ചെയ്യിപ്പിക്കുക. എന്താണ് അതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ദുആഅഹു കദുആഇൽ മലായിക. രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന മലക്കുകളെ പ്രാർത്ഥന പോലെയാണ്. അതിന്റെ ഇടയിൽ ഇനി മറയില്ല. അത് അല്ലാഹു നേരിട്ട് സ്വീകരിക്കും. കാരണം എന്താ? രോഗം കാരണം ഇയാളെ പാപങ്ങളൊക്കെ കഴുകപ്പെട്ടിരിക്കുകയാണ്. രോഗം പിടിപെട്ടുന്ന ആളുകൾക്ക് വലിയ സന്തോഷ വാർത്തയാണത്. എന്ത് പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ദോഷം പൊറുക്കും. അങ്ങനെ മാസങ്ങളോ വർഷങ്ങളോ ആയി രോഗിയായി കിടപ്പിലായാൽ ഇതെന്നെ അല്ലാഹു ശിക്ഷിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. അവൻ ആപത്ത് വന്നാലും പൂമാല, നന്മ കിട്ടിയാലും പൂമാല. ഇതാണ് കാരണം. നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു പ്രതിഫലം തരും. ഒരു മുള്ളുകുത്തിയാൽ ദോഷം പൊറുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അസുഖം നമ്മളെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. മാസങ്ങളും വർഷങ്ങളുമായി കിടക്കുന്ന മനുഷ്യന് ദോഷങ്ങളില്ല. അയാള് പരലോകം മുന്നിൽ കാണുന്നു, ഖബറ് കാണുന്നു. അങ്ങനെ ശുദ്ധമായ ഹൃദയമാണ്. ആ മനസ്സിന്റെ ഉടമയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അങ്ങനെ ആഖിബത്ത് നന്നാകാൻ അയാളോട് ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിച്ച് ആമീൻ പറഞ്ഞിട്ട് വേണം നമ്മൾ പോരാൻ. ഇങ്ങനെ സാന്ത്വനപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ പുതിയ ലോകത്ത് ആളില്ലാത്ത സമയത്ത് ചെറുപ്പക്കാരെ ഈ കൂട്ടായ്മയിലൂടെ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. മഹാന്മാരായ നമ്മളെ നേതാക്കന്മാർ, മഹാനായ സയ്യിദുന ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു രാത്രി ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴതാ ഒരാൾ രൂപം ഇങ്ങനെ നടന്നു പോകുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോ അത് മറ്റാരുമല്ല, സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ചെന്ന് നോക്കുമ്പോഴതാ ആളറിയാതെ ഞാൻ പിന്തുടർന്നപ്പോൾ
ഒരു ഗ്രാമത്തിലെ കൊച്ചു കൂരയുടെ ചെറ്റക്കുടിലിന്റെ വാതിൽ സ്വയം തുറന്നുകൊണ്ട് ഉമർ ഖത്താബ് നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കുകയാണ്. രാത്രിയുടെ സമയമാണ്, എന്തും സംശയിക്കാം. പക്ഷേ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ വേണ്ടാത്തൊരു സംശയം ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ അസമയത്ത് ഞാൻ പിന്തുടരുന്നത് ശരിയല്ല. നാളെ എന്താണ് ആ വീട്ടിന്റെ ആവശ്യം, അവിടുത്തെ അവസ്ഥ അതറിഞ്ഞു ഉമർ ഖത്താബ് ചെയ്യുന്ന സേവനം എനിക്കും ചെയ്യാൻ എന്ന് കരുതിയാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ വീടിനൊരു അടയാളം വെച്ച് തിരിച്ചു പോരുകയാണ്. അന്ന് പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് വന്നപ്പോ ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അമീറുൽ മുഅ്മിനീന്റെ സാന്നിധ്യമുണ്ട്. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തുറന്ന് ആ വീട്ടിൽ പ്രായം ചെന്നൊരു ഉമ്മാമയാണ്. നാവല്ലാത്ത മറ്റൊന്നും ചലിക്കുന്നില്ല. ചോദിച്ചു, എന്താ നിങ്ങളെ അവസ്ഥ? ഉമ്മ പറഞ്ഞു, ഈ കാണുന്നത് തന്നെയാണ്, ഞാൻ കിടപ്പിലാണ്, വലിയ പ്രയാസത്തിലാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? വന്യരായ സയ്യിദ് ബായാർ തങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇപ്പൊ എഴുന്നേറ്റ് നൃത്തത്തിൽ തന്നെ എല്ലാവരും ആ സീറ്റ് ലേശം കൂടി ഒന്ന് മുന്നോട്ട് ഇങ്ങോട്ട് ഇട്ടാല് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാവും. അധികം ഇങ്ങോട്ട് മൈക്കുമേൽ മുട്ടയും വേണ്ട. അയാൾ നോക്കണ്ട മൈക്കിന്റെ ആള് അല്ലാത്ത രീതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ പറയുന്നു, എന്റെ പ്രയാസം ഈ അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നും അർദ്ധരാത്രിയായാൽ ഒരാളിവിടെ വരും, എനിക്ക് ഭക്ഷണം തരും, എന്റെ വസ്ത്രം വൃത്തിയാക്കി തരും, അഴുകിയ വസ്ത്രം കൊണ്ടുപോയി അടുത്ത ദിവസം അലക്കി കൊണ്ടുവരും. ഇങ്ങനെ പരിചരിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ജീവിച്ചു പോകുന്നത്. ആ സമയത്ത് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് സ്വയം ചോദിച്ചു പോയി, ഓ ത്വൽഹ, ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ന്യൂനനെ തേടി ഇറങ്ങിയതാണോ നീ? സ്വയം മഹാനവറുകൾ തന്നെ ശകാരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്ന മഹാന്മാരെ പിന്മുറക്കാരാണ് നമ്മൾ. സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കൾ പോലും കിടപ്പിലായാൽ തിരിഞ്ഞു നോക്കാത്ത പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ, നമ്മുടെ യൗവനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അറിവ്, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വന്യരായ സയ്യിദ് അവറുകൾക്ക് വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ്. സയ്യിദ് അവറുകൾ നമ്മളോട് സംവദിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവസരം പോലെ ഇനി നമുക്ക് സംസാരിക്കാം.